സാവരിയൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഷാർജയിൽ നിൽക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഒരു 12 മണിയോടുകൂടിയാണ് ഇതിൻ്റെ അവിടുന്ന് ഒരു റിപ്പോർട്ട് തരുന്നത്, അതായത് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു എന്നായിരുന്നു ആദ്യം മുതലേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടുന്ന്. അങ്ങനെ 12 മണിയോട് കൂടിയാണ് അവർ അവിടുന്ന് റിപ്പോർട്ട് വന്നത്. പിന്നെ രാത്രി അന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പോയി. തീയതി ഒന്ന് നോക്കിയേ, ശനിയാഴ്ച. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏജൻസിക്കാർ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അവരാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അതായത് അവിടുത്തെ കോളേജിൽ പറഞ്ഞാൽ മിക്സ് ആയിട്ടാണ് പിള്ളേർ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും മിക്സ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതായത് 4 ഫ്ലോറാണ്. 4 ഫ്ലോറിൽ മുകളിൽ പെൺകുട്ടികൾ, നടുക്ക് അത് കഴിഞ്ഞ് ആണ്, അത് കഴിഞ്ഞ് പെണ്ണ്, അത് കഴിഞ്ഞ് ആണ് പറഞ്ഞിട്ട് എല്ലാവരും മിക്സ് ആയിട്ടാണ്. 16,000 കുട്ടികൾ അവർ ഈ കൊല്ലം അവരെടുത്ത് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 250 കുട്ടികളാണ് ഒരു കൊല്ലം ശരിക്കും കണക്കുള്ളത്. 16,000 കുട്ടികളെ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഹോസ്റ്റലിലുള്ള ഒരു സൗകര്യങ്ങൾ കുറവ്. ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ 20 സോമ് കൊടുത്ത് ബസ്സിന് പോകണം, എന്നിട്ട് വേണം മെസ്സിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും. അങ്ങനെ ഒരു സാഹചര്യമാണ് ആ കോളേജിൻ്റെ ഹോസ്റ്റലിലൊക്കെ ഉള്ളത് തന്നെ. പിന്നെ അവിടെ ചെന്ന് പറഞ്ഞാൽ ഈ ചെക്കൻ, ഈ ഉപദ്രവിച്ച ചെക്കൻ വളരെ ബ്രൂട്ടലായിട്ട്, അതായത് ചെക്കനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് മെനക്കെട്ട് നോക്കി. എന്നെ കാണിക്കുക ഒന്നും ചെയ്തില്ല അവർ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അവിടുത്തെ ഒരു ലേഡിയാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവരെന്നെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഈ ബോഡിയിലുണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, അംബാസഡർ, അവരും അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിന്റെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിനറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്ത ഒരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ, അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇതിന്റെ കേസിൻ്റെതായ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. പക്ഷെ എംബസിയിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഒരുപാട് ഹെൽപ്പാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എംബസിയിൽ നിന്നാണെങ്കിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവിടുന്ന് ഇത് കേസ് ബലമുള്ളതാണ്, 10 കൊല്ലം 15 കൊല്ലമൊക്കെ അവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില പുറത്തുനിന്ന് അങ്ങനെ കേട്ടതാണ്. ചിലപ്പോൾ പെട്ടെന്ന് പോരാ, അങ്ങനെയൊക്കെ ഒരു ഇത് വന്നത്. അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ചെക്കൻ്റെ ഈ പയ്യന്റെ അച്ഛനും അമ്മയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. ചെക്കൻ്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ കേരള ഗവൺമെന്റിലെ ജീവനക്കാരാണെന്നാണ് കേട്ടെ. ചേട്ടനുള്ളത് ഡോക്ടറാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഫസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഹെഡ് ഇഞ്ചുറി കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് മാത്രമാണ് അവര് വെച്ചേക്കുന്നത്. അതിന്റെ അകത്തുള്ള ഈ ബ്രൂസ് മാർക്സും ബ്രൂട്ടലി അവളെ അടിച്ചേക്കുന്ന മാർക്സിന്റെ ഒന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ഡീറ്റെയിൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തുമില്ല. അതായത് ആ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ 20 ദിവസം കഴിയണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ റിപ്പോർട്ട്, അതായത് നമുക്ക് ജസ്റ്റ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് തന്നിട്ടുള്ളത്. അവർ ബ്ലഡ് തലയിൽ ക്ലോട്ടായിട്ടാണ് എന്നുള്ളത്. ഇവരെന്ന് പറഞ്ഞാൽ ഈ ചെക്കനാണെങ്കിലും നമ്മളെ മോളാണെങ്കിലും എല്ലാവരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്, ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. കാരണം അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോടും ആ പിള്ളേർ പറഞ്ഞതായിട്ട് അവർ പറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ.